Question. The third term of an arithmetic sequence is 15 and eighth term is 35. Question നോക്കാം. എന്താ ഫസ്റ്റ് വാട്ട് ഈസ് 13th ടേം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, നമുക്ക് തന്നിരിക്കുന്നത് തേർഡ് ടേമിൽ നിന്ന് 15 ആണ്, എയ്ത്ത് ടേം 35 ആണ്. അപ്പോൾ തേർഡ് ടേം എയ്ത്ത് ടേമുക്കുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 കോമൺ ഡിഫറൻസ് ആണ്. തേർഡ് ടേമിൽ നിന്ന് എയ്ത്ത് ടേമിക്ക് 5 കോമൺ ഡിഫറൻസ് വരിക. ഈ ഇൻക്രീസ് തന്നെ 15 35ക്കുള്ള ഇൻക്രീസ് 20 ആണ്. ദർഫോർ ഡി ഈസ് ഈക്വൽ ടു 5 into 4 is 20. ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 വരും. 13th ടേം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തേർട്ടീൻത്ത് ടേം കണ്ടുപിടിക്കാൻ ഇവിടുന്ന് പോണേക്കാൾ നല്ലത് എയ്ത്ത് ടേം പോവുക. അപ്പം എയ്ത്ത് ടേം കൂടെ 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. എട്ട് ടേം എത്തിക്കഴിഞ്ഞാൽ പിന്നെ 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അപ്പം എയ്ത്ത് ടേം നമുക്കറിയാം 35 plus 5 common difference. 1 common difference is 4, 5 common difference is 20. That is equal to answer is what? 55 എന്നുള്ള ആൻസർ കിട്ടും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 23rd ടേം? 23rd ടേം കണ്ടുപിടിക്കാൻ നല്ല ഇനി 13th ടേം എന്ന് പോവുകയാണ്. അപ്പോൾ 13th ടേം എന്ന് 10 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. 13th ടേം 10 കോമൺ ഡിഫറൻസ്. 13th ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 55 ആണ്. 10 കോമൺ ഡിഫറൻസ്, 1 കോമൺ ഡിഫറൻസ് ഈസ് 4, 10 കോമൺ ഡിഫറൻസ് ഈസ് 40. ആൻസർ ഈസ് ഈക്വൽ ടു 95 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 21. ഫിഫ്ത്ത് ടേം 21 ആണ്. 9th ടേം 41 ആണ്. ഫസ്റ്റ് ടേം ചോദിക്കുന്നത്. ഫിഫ്ത്ത് ടേമിൽ നിന്ന് 9th ടേമിക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 കോമൺ ഡിഫറൻസ് ആണ്. ഇൻക്രീസ് 21 നിന്ന് 44 എത്രയാണ്? 20. 1 കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട്? 1 കോമൺ ഡിഫറൻസ് ഈസ് 5 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് 9th ടേമിൽ നിന്ന് ഇറങ്ങിപ്പോണേക്കാൾ നല്ലത് 5th ടേമിൽ നിന്ന് ഇറങ്ങി പോവാ. അപ്പൊ 5th ടേമിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. 5th ടേം എന്ത് ചെയ്യുക? 4 കോമൺ ഡിഫറൻസ് തിരിച്ചു പോന്നാൽ മതി. 5th ടേം ഈസ് വാട്ട്? 21 മൈനസ് 4 കോമൺ ഡിഫറൻസ്. 1 കോമൺ ഡിഫറൻസ് 5 ആണ്. 4 കോമൺ ഡിഫറൻസ് എന്ത് വരും? 20 വരും. Therefore ആൻസർ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് തേർഡ് ടേം? തേർഡ് ടേം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണ്ട? ഫസ്റ്റ് ടേം ഒന്ന് ആഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഒന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ടേം 1 ആണ്. 10 ആഡ് ചെയ്യുക. ദറ്റ് ഈസ് 11. നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് തേർഡ് ടേം ഈസ് വാട്ട്? 11 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ടേം അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 61 ആൻഡ് 7th ടേം ഈസ് 31. ഫോർത്ത് ടേം എന്ന് 7th ടേമിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണ്? 3 കോമൺ ഡിഫറൻസാ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ആണോ? അല്ല, ഡിഗ്രീസ് ആണ്. അപ്പോൾ 30 ഡിഗ്രീസ് ആണ്. അത് നമുക്ക് -30 എന്ന് എഴുതാം. Therefore 1 common difference is equal to -10. 10th ടേം ആണ്. 10th ടേം ചെയ്യാൻ നല്ലത് 7th ടേം എന്ന് പോവുക. 7th ടേം എന്ന് 3 10 മൈനസ് ചെയ്യണം. ഒരു 10 മൈനസ് ചെയ്താൽ പോരാ. 7th ടേം 10 ടേംസിലേക്ക് എത്താം. 3 10 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 7th ടേം ഈസ് 31 മൈനസ് 3 × 10 30. ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം നല്ലത് നമുക്ക് എന്താണ്? ഫോർത്ത് ടേം എന്ന് പോരുകയാണ്. ഫസ്റ്റ് ടേം കാണാൻ നല്ലത് ഫോർത്ത് ടേം എന്ന് പോരുകയാണ്. ഫോർത്ത് ടേം എന്ന് 10 ആഡ് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഡിഗ്രീസ് സീക്വൻസ് ആവുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആഡ് ചെയ്യാണ്. 3 × 10. ഫോർത്ത് ടേം ഈസ് വാട്ട്? 61. 61 plus 30 it is equal to what? 91 കിട്ടും. 61 plus 30 is equal to 91. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic is 10 and 10th term is 5. ഫിഫ്ത്ത് ടേം 10 ആണ്. 10th ടേം 5 ആണ്. തിരിച്ചു വരുന്നതാണ്. അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നത്. ഫിഫ്ത്ത് ടേം 10, 10th ടേം ഈസ് 5. ഇങ്ങനെയുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒക്കെ കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും.
തിരിച്ചു പറയണം. 10th ടേം ഈസ് 7, 7th ടേം ഈസ് 10, അതേപോലെ 12th ടേം ഈസ് 50, 50th ടേം ഈസ് 12. ഇങ്ങനെ പറയുന്ന എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. മാത്രമല്ല ഇത് എപ്പോഴും ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സ് ചെയ്ത് നോക്കാം, കിട്ടും. 5th ടേം ഈസ് 10, 5th ടേം 10th ടേമിക്ക്, 5th ടേം 10th ടേമിക്കുള്ള ഇൻക്രീസ് ആണ് 5 കോമൺ ഡിഫറൻസ് ആണ്. 5 കോമൺ ഡിഫറൻസ് 10 5 ആയിട്ട് ഡിക്രീസ് ചെയ്യാണ്, -5. therefore d is equal to what? -1. ഈ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും ഇത് മൈനസ് ആയിരിക്കുന്നത്. 15th ടേം ചെയ്യണം. 15th ടേമാണ് ചെയ്യേണ്ടത്. നമുക്ക് 5th ടേം പോകണോ 10th ടേം പോകണോ? 10th ടേം പോവാം. 10th പോകുമ്പോൾ 5 1 മൈനസ് ചെയ്താൽ മതി. 10th ടേം ഈസ് വാട്ട്? 5. 5 minus 5 is equal to what? 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 25th ടേം? 25th ടേം ചെയ്യാൻ നല്ലത് എവിടെ നിന്നാണ് പോകുന്നത് നോക്കണം. നമുക്ക് ഏറ്റവും വലിയ ടേം നമുക്ക് എന്താണ്? 15th ടേം ആണ്. അപ്പൊ അവിടുന്ന് പോവാം. അതായത് 15th ടേം ഇനി 10 1 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 15th ടേം ഈസ് വാട്ട്? 0 മൈനസ് 10 1 ഈസ് വാട്ട്? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു -10 എന്നുള്ള ആൻസർ കിട്ടും.